മാർച്ച് 18-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേത് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് 42 മാസത്തെ ഏറ്റവും കുറവിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ഗോൾഡിലും ക്രൂഡ് ഇമ്പോർട്ടിലും ഒക്കെ വലിയ കുറവാണുള്ളത്. ഓർത്ത് വെക്കുക, ഇത് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ ആണ്. കഴിഞ്ഞ വർഷത്തെ സെയിം മാസത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 42 മാസത്തെ ലോയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇമ്പോർട്ടും അതുപോലെ തന്നെ എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇമ്പോർട്ട് കൂടുതലാണ്, എക്സ്പോർട്ട് കുറവാണ്. അതിൽ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് ആക്ച്വലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് 14.05 ബില്യൺ US ഡോളറിലേക്ക് കുറഞ്ഞു ഫെബ്രുവരി മാസത്തേത് എന്നാണ് പറയുന്നത്. 42 മാസത്തിൽ ഏറ്റവും കുറവാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തേക്ക് ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഇവയുടെ ഇറക്കുമതിയിൽ ഉണ്ടായിട്ടുള്ള കുറവാണ് ഇത്തരത്തിൽ കുറയാൻ കാരണം എന്ന് പറയുന്നത്. എക്സ്പോർട്ടിൽ 36.9 ബില്യൺ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് 50.9 ബില്യൺ. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ 37 ബില്യണിന് അടുത്ത് മാത്രമേ ഉള്ളൂ, ഇമ്പോർട്ട് 51 ബില്യൺ ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഒരു 14 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്തിട്ടാണ് ഈ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പോർട്ട് 10.84% കുറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടും 16.3% കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ട്രേഡ് ഡെഫിസിറ്റ് കുറയാൻ കാരണം. ഇതൊരു നല്ല ഐഡിയ ആണോ എന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം എക്സ്പോർട്ട് കുറഞ്ഞു എന്നുള്ളത് ഇന്ത്യൻ എക്കണോമിക്ക് നെഗറ്റീവ് ആണ്, ഇമ്പോർട്ട് കുറഞ്ഞു എന്നുള്ളത് നല്ല കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി വരും. പക്ഷേ ഇമ്പോർട്ട് കുറച്ച് എക്സ്പോർട്ട് വർദ്ധിപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ ശരിക്കും ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കേണ്ടതായിട്ടുള്ളത് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത്തരത്തിലൊരു കുറവുണ്ടാവാനുള്ള കാരണം ബേസ് ഇയർ ഇഫക്റ്റ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് പറയുന്നു, കഴിഞ്ഞ വർഷം വളരെ കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഈ വർഷം കുറച്ച് കുറഞ്ഞപ്പോൾ തന്നെ അത് വലിയ കുറവായിട്ട് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത് ലീപ്പ് മന്ത് ആണ്, അതായത് ഓർത്തു വെക്കേണ്ട കാര്യം ഫെബ്രുവരി 28 മാത്രമേ ഉള്ളൂ, 28 ദിവസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി വന്നിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ലോവർ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഒരു സർപ്ലസിലേക്ക് കാണും. കാരണം ഇമ്പോർട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ഫിസിക്കൽ ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ, ക്വാർട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്ത്യയുടെ സർവീസസിലുള്ള ട്രേഡ് സർപ്ലസ് ആയിട്ടുണ്ട്. ഓർത്തു വെക്കുക, ഇന്ത്യയുടെ എല്ലാ സെക്ടറിലും ഇന്ത്യക്ക് ഡെഫിസിറ്റ് അല്ല. സർവീസ് സെക്ടറിൽ, അതായത് പ്രത്യേകിച്ചും IT ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്ന സർവീസ് സെക്ടറിൽ ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ആണ്. ഓർത്തു വെക്കുക, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലാണെന്ന് ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇന്ത്യൻ കറൻസി റീസെന്റ് ആയിട്ട് വീക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ US ട്രേഡ് പോളിസിയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, പ്രത്യേകിച്ചും റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ, ഇതൊക്കെ ഇന്ത്യൻ എക്കണോമിയെ കുറച്ച് വീക്കൻ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, മഴ വരാൻ പോവാണ്. വാക്സിനേഷന്റെ ആവശ്യകതയെക്കുറിച്ചും, പ്രത്യേകിച്ചും ഫ്ലൂ പോലുള്ള രോഗങ്ങൾ, വളരെയധികം ജലദോഷം പോലുള്ള രോഗങ്ങൾ വളരെയധികം സീസണലായിട്ട് വരുന്നുണ്ട്. ഡൽഹിയിലൊക്കെ ഓൾറെഡി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ വാക്സിനേഷന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. അപ്പോൾ സീസണൽ ഇൻഫ്ലുവൻസ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലുവൻസ, ജലദോഷ പനി എന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസ എ ആൻഡ് ഇൻഫ്ലുവൻസ ബി എന്ന് പറയുന്നത് വളരെ ഡൊമിനന്റ് ആയിട്ടുള്ള രണ്ട് സ്ട്രെയിൻസ് ആണ്. അതായത് കോമൺ കോൾഡിനെ പോലെ, ജലദോഷത്തെ പോലെ തന്നെയുള്ള പനിയാണ്. പക്ഷേ ഇത് ഹോസ്പിറ്റലൈസേഷനിലേക്കും അതുപോലെ ഈവൻ മരണത്തിനും കാരണമാകാം എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് സീസണുകൾ, ജാനുവരി ടു മാർച്ച്, ആഗസ്റ്റ് ഒക്ടോബർ ടൈമുകളിലാണ് പ്രധാനമായിട്ടും ഫ്ലൂ സീസൺ ഉള്ളത്. ഇത് സ്റ്റേറ്റ് വൈസ് ഒക്കെ മാറും, ഇവിടെ ഓവറോൾ ജനറലി പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള സർവേലൻസ് നടത്തേണ്ടത്, കൃത്യമായിട്ട് ട്രാക്കിംഗ് നടത്തേണ്ടതായിട്ട്, ഈ ഒരു സ്ട്രെയിൻസിന്റെ സർക്കുലേഷനെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റുകൾ പ്രത്യേകിച്ചും ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട്, അതിനാവശ്യമായിട്ടുള്ള വാക്സിനേഷൻ പോലുള്ള പ്രോഗ്രാമുകൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾ, ഗർഭിണികളായിട്ടുള്ളവർ, പ്രായമായവർ, മറ്റു രോഗമുള്ളവർ എന്നിവർക്കൊക്കെ കൃത്യമായിട്ട് പ്രയോറിറ്റി നൽകിക്കൊണ്ട് വാക്സിനേഷൻ നൽകണം എന്നാണ് പറയുന്നത്. അഡൾട്ടിലെ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ റേറ്റ് വളരെ കുറവാണ്. വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസും അവയർനെസ് ക്യാമ്പയിനുകളും നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ വിവിധ പബ്ലിക് ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ് ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പുകളെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾ, സീനിയർ സിറ്റിസൺസ്, ഇൻഡിവിജ്വൽസ് വിത്ത് ക്രോണിക് റെസ്പിറേറ്ററി കണ്ടീഷൻസ് തുടങ്ങിയിട്ടുള്ളവയെ പ്രത്യേക ഫോക്കസോട് കൂടിയിട്ട് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഒരു പ്രിവെന്റീവ് മെഷർ ആയിട്ട് നടത്തണം എന്നാണ് പറയുന്നത്. വാക്സിൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, പ്രൂവൺ ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ രോഗം വരുന്നത് തടയുന്നതിന് വേണ്ടി, വന്നാൽ തന്നെ അതിന്റെ മോബിഡിറ്റി, അതുപോലെ തന്നെ മൊർട്ടാലിറ്റി, മരണനിരക്കൊക്കെ കുറക്കുന്നതിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത്, ഒരുപാട് ഇന്ത്യക്കാരെ US നിന്നൊക്കെ
ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്തത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇന്ത്യ വിട്ടു പോകുന്നത്? പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഇഷ്യൂ? ഇന്ത്യയുടെ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ചാലഞ്ച് എന്താണ് എന്നുള്ളതാണ് തിരുവനന്തപുരം MP ആയിട്ടുള്ള ശശി തരൂർ അദ്ദേഹം പറയുന്നതായിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഒരുപാട് ഇന്ത്യക്കാര് പ്രത്യേകിച്ചും ഈവൻ നല്ല റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്, കേരള ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്സ് ആയിക്കോളും ഇല്ലീഗൽ ആയിട്ട് US-ലേക്കും മറ്റുമൊക്കെ പോകുന്ന കാണാനും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ അവരുടെ സ്റ്റേറ്റിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുറഞ്ഞ വേതനമാണ് തുടങ്ങിയിട്ടുള്ള കാരണങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഈവൻ വിവിധ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരും അവരുടെ ഫാമിലീസും ഒക്കെ ഈ ഒരു സ്മഗ്ലിംഗ് നെറ്റ്വർക്കുകളുടെ ഭാഗമായിട്ട് മാറി കൃത്യമായിട്ടുള്ള യാത്രാ രേഖകളൊന്നും ഇല്ലാതെ, വിസ ഡോക്യുമെന്റ് ഒന്നും ഇല്ലാതെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡ്രീം, അമേരിക്കയിലെ ജീവിതം എന്തോ അടിപൊളിയാണ് എന്നുള്ളൊരു കഥയും അതുമായി ബന്ധപ്പെട്ടുള്ള കഥകളും ഒരു ഇന്ത്യയിൽ നിന്ന് കടന്നുപോയിട്ട് അവിടത്തേക്ക് ചെന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിത സ്റ്റോറീസ് ഒക്കെ കണ്ട് ഈ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഒക്കെ കണ്ടിട്ടാണ് ആൾക്കാർ കൃത്യമായിട്ടുള്ള യാത്രാ രേഖകളൊന്നും ഇല്ലാതെ ഇങ്ങനത്തെ പോകുന്നതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഏകദേശം 7,25,000-ഓളം ഇന്ത്യക്കാരാണ് ഓരോ വർഷവും US-ലേക്ക് പോയിട്ട് അവിടെ റെസിഡ് ചെയ്യുന്നത്. 7,27,500 ആൾക്കാരുണ്ടെന്നാണ്. ഇപ്പൊ 2020 1,70,70,000-ഓളം ഇന്ത്യക്കാരെ US കസ്റ്റംസ് ബോർഡർ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം വരുന്നുണ്ട്, അത് 120 ബില്യൺ US ഡോളർ ആണ് 2023 എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തും അതുപോലെ ഈ ഒരു ഇമിഗ്രേഷൻ, ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രെയിൻ ഡ്രെയിൻ ആണ്. അതെങ്ങനെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡൊമസ്റ്റിക് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, രാജ്യത്തിനകത്ത് വളരെ റാമ്പന്റ് ആയിട്ടുള്ള തൊഴിലില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ തൊഴിൽ കിട്ടാത്തത് കൊണ്ട് അവർ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡിപ്പോർട്ട് ചെയ്യപ്പെടുന്ന US-ൽ നിന്നൊക്കെ അവിടുന്ന് പിടിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്ന ആൾക്കാരെ ഇല്ലീഗൽ ഇമിഗ്രന്റ് എന്ന രീതിയിലാണ് US തിരിച്ചയക്കുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെ തിരിച്ചയക്കാനുള്ള അധികാരമുണ്ട്. ഈവൻ ട്രംപിന്റെ കാലത്ത് മാത്രമല്ല, ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാലഘട്ടത്തിലും 1,100-ഓളം ഇന്ത്യക്കാരെയാണ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. പക്ഷേ ഡിപ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡിൽ വ്യത്യാസം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നപ്പോൾ കയ്യിലെ ഹാൻഡ് കഫും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മിലിറ്ററി എയർക്രാഫ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് ഇൻഹ്യൂമൻ ആണ്, ഡീഗ്രേഡിംഗ് ആണ് എന്നുള്ള ഒരു പരാതി മൊത്തത്തിൽ ഉയർന്നിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. പക്ഷേ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഇന്റർനാഷണൽ ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സിനെ ഫോളോ ചെയ്യേണ്ടതില്ലേ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതിനെതിരെ നമ്മുടെ ഗവൺമെന്റ് ശക്തമായി പ്രതികരിക്കണം എന്നുമാണ് ഓദർ ആവശ്യപ്പെടുന്നതായിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങൾ അവരുടെ സിറ്റിസൻസിനെ ഇത്തരത്തിലുള്ള ഇൻഹ്യൂമൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും ഇന്ത്യയുടെ ഭാഗത്ത് അത്തരത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട റൂട്ട് കോസിനെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ക്വാളിറ്റി ജോബ്സ്, ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, മോർ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അപ്പോൾ ഇന്ത്യ പ്രത്യേകിച്ചും ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ ആൾക്കാർ നിർബന്ധിതമായിട്ട് തിരിച്ചയക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റുന്നതിന് പകരം ആൾക്കാർ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ട്, എന്റർപ്രണർഷിപ്പിന് പ്രൊമോഷൻ നൽകേണ്ടതായിട്ട്, ഇൻക്ലൂസീവ് ഗ്രോത്തിന് ഫോക്കസ് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് എല്ലാ വിഭാഗം ആൾക്കാരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പൊ താലിബാന്റെ കീഴിലാണ് ഭരണം നടക്കുന്നത്. പക്ഷേ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി താലിബാനുമായിട്ട് സംസാരിച്ച് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമുള്ള റിലേഷനിൽ നടക്കുന്ന മാറ്റം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ത്യ താലിബാൻ റിജീമുമായിട്ട്, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും റീസെന്റ് ആയിട്ട് താലിബാൻ അപ്പോയിന്റഡ് ആയിട്ടുള്ള എൻവോയ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു ന്യൂഡൽഹിയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഹൈ ലെവൽ മീറ്റിംഗ് താലിബാൻ ഒഫീഷ്യൽസുമായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പൊളിറ്റിക്കലും അതുപോലെ എക്കണോമിക് ആയിട്ട് ടൈസ് പ്രത്യേകിച്ചും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിക്കൊണ്ടിരുന്നതിനും അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് 2022 കാബൂളിൽ ഇന്ത്യൻ എംബസി റീ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചത് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ റീജിയണൽ ആയിട്ടുള്ള റൈവലറിയെ മാറ്റി നിർത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകാൻ വേണ്ടി നമ്മുടെ രാജ്യം ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ചൈന അഫ്ഗാനിസ്ഥാനുമായിട്ട് സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. താലിബാൻ എൻവോയിനെ ചൈന സ്വീകരിക്കുകയും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട്
താലിബാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈന മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ടുണ്ട്. അപ്പോൾ ഇതും ഇന്ത്യക്ക് ഒരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്, അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചൈനയുടെ ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാന് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സപ്പോർട്ട് പിൻകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാക്വം ഫില്ല് ചെയ്യുക എന്നുള്ള ഉദ്ദേശമൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്തുള്ളത്. പക്ഷെ ഓർത്ത് വെക്കുക, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ടെററിസത്തിന്റെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ്. താലിബാൻ തന്നെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അവരുടെ കീഴിൽ ഒരുപാട് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവിടെ വളരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചൈനയിലും റഷ്യയിലും ഒക്കെ ടെററിസ്റ്റ് അറ്റാക്കുകൾക്ക് കാരണം, ഈവൻ ഇന്ത്യയിൽ പോലും ടെററിസ്റ്റ് അറ്റാക്കുകൾക്ക് കാരണമാകാം ഇത് എന്നുള്ളതാണ്. അപ്പൊ താലിബാൻ ഓൾറെഡി അവര് തഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന മിലിറ്ററി വിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ക്രിറ്റിസിസം ഉണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാനും ഈ ഒരു അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം മോശമാവുന്നതിന് കാരണം ഈ ഒരു മിലിറ്ററി വിങ്ങുകൾ അല്ലെങ്കിൽ ഈ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഈവൻ ഇന്ത്യയിൽ ഓൾറെഡി ഈ ഒരു IS ന്റെ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, ഈവൻ ഇന്ത്യൻ കോൺസുലേറ്റിലും മറ്റുമൊക്കെ. അപ്പോൾ ഫ്യൂച്ചർ ത്രെറ്റ്സ് ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നുകൂടി ഓർത്തു വെക്കണം തന്നെ. അപ്പോൾ ഈ ഒരു IS റിക്രൂട്ടിങ്ങിനും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്കുകളെയൊക്കെ ഇന്ത്യ മായി ബന്ധപ്പെട്ട് കൺസേൺ എടുക്കേണ്ടതായിട്ട്, താലിബാനുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ട് കൗണ്ടർ ടെററിസം എഫേർട്ടുകളെ, ടെററിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്, അതേ സമയത്ത് ഈ ഒരു താലിബാനുമായിട്ടുള്ള ഡിപ്ലോമസി കീപ്പ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുവഴി ഇന്ത്യക്ക് തഹ്രിക്ക് താലിബാൻ പോലുള്ള അല്ലെങ്കിൽ IS ൽ നിന്നുള്ള ത്രെട്ടിനെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്ത്യ ചൈനയിൽ നിന്നും പാകിസ്ഥാനും ഒക്കെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് മനസ്സിലാക്കേണ്ടതായിട്ട്, പ്രത്യേകിച്ചും താലിബാനുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം ചാലഞ്ചസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഇഷ്യൂ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വളരെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയെ ഒരു ടാർഗറ്റ് ലൊക്കേഷൻ ആയിട്ട് കാണാം, ഇന്ത്യയിൽ അക്രമങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഓർത്തു വെക്കുന്നത്, അഫ്ഗാനിസ്ഥാനിലെ ടെററിസം ആക്ടിവിറ്റീസ് ഇല്ല, അതിന് സപ്പോർട്ട് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതാണ് ഉചിതം എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, നമ്മുടെ രാജ്യത്തെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, നിർമ്മാണ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ കൺസ്ട്രക്ഷൻ സെക്ടർ ഇന്ത്യയിൽ ബൂം ചെയ്യാണ്, പക്ഷേ കാര്യമായിട്ടുള്ള ലേബർ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ലേബർ ഷോർട്ടേജ്? കാര്യമായിട്ടുള്ള വെൽഫെയർ സ്കീംസ് ഒന്നുമില്ല. ഈവൻ വെൽഫെയർ സ്കീംസ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഈ ഒരു വർക്കേഴ്സിനെ എൻറോൾ ചെയ്യുക അത്ര എളുപ്പമല്ല. കാരണം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആണ് ലേബേഴ്സിനുള്ളത്, പ്രത്യേകിച്ചും മൈഗ്രന്റ് വർക്കേഴ്സിന്. അതുപോലെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ എൻറോൾ ചെയ്യുന്നതും വളരെ ചാലഞ്ചിങ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ പല കൺസ്ട്രക്ഷൻ വർക്കേഴ്സും ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഇസ്രാബ് എന്ന് പറയുന്ന പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്, ഐഡന്റിറ്റി, റെസിഡൻസ്, വർക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുന്നതിനും വളരെ ചാലഞ്ചിങ് ആണ് എന്നുള്ളതാണ്. കൂടാതെ കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ സ്റ്റേറ്റുകളിൽ നടക്കുന്നില്ല എന്നുള്ളതും ഈ ഒരു മെത്തേഡൊക്കെ അത്ര ഇഫക്റ്റീവ് ആയി മാറുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വെൽഫെയർ ഫണ്ടുകൾ അൺയൂസ്ഡ് ആവുന്നുണ്ട്, അൺഅഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്. മൈഗ്രന്റ് വർക്കേഴ്സിന് അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റുകൾ കിട്ടുന്നുമില്ല, അവർ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. സീസണൽ ആയിട്ടുള്ള ഡിസ്ട്രിപ്ഷൻ, ഉദാഹരണത്തിന് ഹീറ്റ് വേവ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം, ഇപ്പൊ ഡൽഹിയിലൊക്കെ പൊല്യൂഷൻ വരുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നിർത്തിവെക്കും. അപ്പോൾ ഇവർക്ക് തൊഴിലില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ വരുമാനം നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടും ലൈവ്ലിഹുഡ് നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിൽക്കാൻ വേണ്ടി ആൾക്കാർക്ക് താല്പര്യമില്ല എന്നുകൂടി ഓർത്തുവെക്കണം. ഇതെല്ലാം തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ ഷോർട്ടേജിന് കാരണമാവുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ, വൺ നാഷൻ വൺ ലേബർ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന രീതിയിൽ വൺ ലേബർ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, അതായത് ഓരോ സംസ്ഥാനത്തും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു രജിസ്ട്രേഷൻ വിത്ത് എവിടെയും ജോലി ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ കൂടെ തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പോർട്ടൽസ് യൂസ് ചെയ്ത് കുറച്ചുകൂടി എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും കൊണ്ടുവരിക. വെൽഫെയർ പ്രോഗ്രാമുകൾക്ക് മൊത്തത്തിലുള്ള പ്രോസസ്സിനെ, ഡോക്യുമെന്റേഷനെ ഒക്കെ സിംപ്ലിഫൈ ചെയ്യുക, വെരിഫിക്കേഷൻ പ്രോസസ്സും സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാവരും വെബ്സൈറ്റ് കയറി രജിസ്റ്റർ ചെയ്യണം എന്ന് പകരം സൈറ്റ് രജിസ്ട്രേഷൻ ക്യാമ്പുകൾ നടത്തിയിട്ട് ഇവർക്ക് ടെക്നോളജി അത്ര കാപ്പബിൾ അല്ലാത്ത ആൾക്കാർക്കും രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുക. കൂടാതെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ കൊണ്ടുവന്ന് അവയിൽ ഇൻവോൾവ് ചെയ്ത് ഇവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് ബെറ്റർ വേജസ് അവൈലബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ വർക്ക് പ്ലേസിലെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ഉറപ്പുവരുത്തുക. കൂടാതെ ഈ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി സ്റ്റേബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ്, സ്റ്റേബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ഒക്കെ ഉറപ്പുവരുത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ വർക്കേഴ്സിനെ കിട്ടും എന്ന് തന്നെ നമുക്ക് കരുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തത് ഇലക്ടോറൽ റീഫോംസുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ റീഫോംസിന് ഒരുങ്ങുവാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു റീഫോംസിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്
നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ടോറൽ റീഫോംസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഇലക്ടോറൽ റോൾസിൽ ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ട്, അതിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കൂടാതെ ഇലക്ടോറൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഒരേ നമ്പറിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ ഇഷ്യൂ ചെയ്തതും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കുക. അപ്പോൾ ഈ ലീഗൽ പ്രൊവിഷൻ പ്രകാരം ആർട്ടിക്കിൾ 324 പ്രകാരമാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷന് ഇലക്ടോറൽ ഇലക്ഷൻ നടത്താനും ഇലക്ടോറൽ റോൾ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ അധികാരം കിട്ടുന്നതായിട്ടുള്ളത്. കൂടാതെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടോറൽ റൂൾസ് 1960 ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ജനറൽ ഇലക്ഷനിൽ ആദ്യത്തെ 2 ജനറൽ ഇലക്ഷൻ 1952ലും 57ലും ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബോക്സുകളാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ഇലക്ഷൻ സിമ്പിൾ വെച്ച്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ അതിൽ മാർക്ക് ചെയ്തതിന് സീല് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പാർട്ടിക്കാണോ വോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബോക്സിൽ ഇടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം ആണ് അന്ന് ബ്ലാങ്ക് ബാലറ്റ് പേപ്പർ ആയിരുന്നു. അതിൽ അവർക്ക് ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സൈനോ മറ്റോ ഇട്ട് ഡ്രോപ്പ് ചെയ്യാണ് വേണ്ടത്. പിന്നീട് 3rd ജനറൽ ഇലക്ഷൻ മുതലാണ് ബാലറ്റ് പേപ്പേഴ്സിൽ കാൻഡിഡേറ്റിന്റെ പേരും അവരുടെ ലോഗോയും അല്ലെങ്കിൽ അവരുടെ സിമ്പലും ഒക്കെ വെച്ച് നമ്മൾ ആർക്കാണോ വേണ്ടത് അവർക്ക് സീൽ ചെയ്തത് ഒരു ബോക്സിൽ ഇടുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. 2004 ജനറൽ ഇലക്ഷൻ മുതലാണ്, ലോക്സഭാ ഇലക്ഷൻ മുതലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മൊത്തത്തിൽ എല്ലാ കൺസ്റ്റിറ്റ്യുവൻസിയിലും യൂസ് ചെയ്യുന്നത്. അതിനു മുന്നേയും ചെറുങ്ങനെ ഓരോ സ്ഥലത്ത് 2 സ്ഥലത്തൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 2019 EVMസിന്റെ കൂടെ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPAT എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നു. ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നത് ആ സ്ലിപ്പിലും കൂടെ തെളിഞ്ഞു വരും എന്ന് കൂടി ഓർത്ത് വെക്കാം. EVMഉം VVPATഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പേപ്പർ ബാലറ്റ് പോളിലേക്ക് പോകുന്നതിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് സുപ്രീം കോടതി ചാലഞ്ച് ചെയ്തപ്പോൾ ഇന്ത്യയെ പോലുള്ള ഇത്രയും വലിയ രാജ്യത്ത് പേപ്പർ ബാലറ്റ് പോളിൽ വോട്ടിംഗ് നടത്തുക എന്നാൽ പിറകോട്ട് പോകലാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ 100% VVPAT മാച്ചിങ്ങും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നത് തന്നെ. പക്ഷെ നിലവിൽ ഒരു കൺസ്റ്റിറ്റ്യുവൻസിയിലെ 5 മെഷീൻസിലെ VVPATകളാണ് മാച്ച് ചെയ്ത് നോക്കുക. ആക്ച്വൽ മെഷീനിലെ വോട്ടിങ്ങും VVPATലെ വോട്ടിങ്ങും മാച്ച് ആണോ, നമ്പേഴ്സ് സെയിം തന്നെയാണോ എന്ന് നോക്കും എന്നുള്ളതാണ്. സുപ്രീം കോടതി 5% EVMന്റെ മൈക്രോ കൺട്രോൾസ് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പ്ലേസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് റിട്ടേൺ റിക്വസ്റ്റ് നൽകുകയാണെങ്കിൽ മാത്രം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ടോറൽ റോളുമായി ബന്ധപ്പെട്ട മാനിപ്പുലേഷൻസ്, ഈ ഫേക്ക് വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ അലിഗേഷൻസ് വന്നിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കാം. ഐഡന്റിക്കൽ ആയിട്ടുള്ള EPIC നമ്പേഴ്സ് ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ക്യാമ്പയിൻ പ്രോസസ്സുകൾ പ്രത്യേകിച്ചും സ്റ്റാർ ക്യാമ്പയിനേഴ്സ്, അതായത് TV സ്റ്റാർ, സ്പോർട്സ് സ്റ്റാർസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അവരെയാണ് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജസും കമ്മ്യൂണൽ അപ്പീലുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് കൺസേൺ ഉണ്ട്. ഇതിനെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഹേറ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ട വിഷയം ഇലക്ഷൻ പ്രോസസ്സിൽ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ പാർട്ടികൾ അവരുടെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചേഴ്സ് വർദ്ധിപ്പിച്ചു വരുന്നുണ്ട്. കണക്കിന് പുറത്തായിട്ട് ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. അതും കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സിന് ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. കൂടാതെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള കേസുകളൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇലക്ഷനിൽ മത്സരിച്ച് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും EVM VVPAT റീഫോംസ് ആണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ VVPAT മാച്ചിങ് ഒരു സയന്റിഫിക് ബേസിസിൽ ലോട്ട് സൈസ് തീരുമാനിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫുൾ VVPAT കൗണ്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഫുൾ VVPAT കൗണ്ട് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടോട്ടലൈസർ മെഷീൻസ് കൊണ്ടുവരാം. അതായത് നമ്മൾ ഓരോ മെഷീനും വെച്ച് ഓരോ വോട്ട് എത്ര കിട്ടി എന്ന് നോക്കുന്നത് കമ്പൈൻ ചെയ്തുകൊണ്ട് ടോട്ടൽ വോട്ട് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ആയിട്ടുള്ള 5% EVMസിന്റെ മൈക്രോ കൺട്രോളേഴ്സ് ചെക്ക് ചെയ്യാമെന്ന് പറയുന്നതും കൊണ്ടുവരാവുന്നതാണ്. ഇലക്ടോറൽ റോൾസുമായി ബന്ധപ്പെട്ട റീഫോംസ് പ്രത്യേകിച്ചും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കസി ഒരുപാട് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യുന്നത് എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ക്യാമ്പയിൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് സ്റ്റാർ ക്യാമ്പയിനേഴ്സിന് ഇത്തരത്തിലുള്ള മോഡൽ കണ്ടക്റ്റിന്റെ വയലേഷൻ ചെയ്യുകയാണെങ്കിൽ അവരെ ഈ ഒരു ക്യാമ്പയിനിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സ്പെൻഡിങ്സിനും ആവശ്യമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഏർപ്പെടുത്തുക. കൂടാതെ ക്രിമിനൽ ആന്റിസിഡൻസ് ഉള്ള ആൾക്കാർ സ്ഥാനാർത്ഥികളെ നിൽക്കുന്നതിൽ നിന്നും പരമാവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയുള്ള ഒരുപാട് റീഫോംസ് നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ് എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നിട്ടുള്ളത്. അടുത്തത്
ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കമന്റുകളെ ചൈന വെൽക്കം ചെയ്തു. 2000 വർഷത്തോളം പഴക്കമുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ചൈന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്കിത് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 2020 ഗാൽവൻ വാലി ടെൻഷന് മുന്നേയുള്ള സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഗാൽവൻ വാലിയിൽ ഉണ്ടായിട്ടുള്ള ക്ലാഷസിന് ശേഷം മെല്ലെ മെല്ലെ നമ്മൾ ആ ഒരു നോർമൽസി സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിൽ ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഹിസ്റ്റോറിക്കലി കോൺഫ്ലിക്റ്റുകൾ ഒന്നുമില്ല, രണ്ടുപേരും ഫ്യൂച്ചർ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും ചൈനയും ഒരു ഫാമിലിയാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകളും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായ സമയത്ത് ചൈനയുമായിട്ടുള്ള 2000 വർഷത്തെ ഫ്രണ്ട്ലി എക്സ്ചേഞ്ചസുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ട്രാവൽ ലിങ്ക്സ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് ടൂറിസ്റ്റ് വിസ ഇഷ്യൂ ചെയ്യുന്നതിന് കൈലാഷ് മാനസരോവർ പിൽഗ്രിമേജ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജൂൺ മാസത്തിലെ SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്തും കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് കരുതാവുന്നതാണ് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്ററി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടു. CAG ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡിയാണ്. പക്ഷെ അതിന്റെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ചാലഞ്ചിങ് പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എക്സിക്യൂട്ടീവിന്റെ കയ്യിലേക്ക് പൂർണ്ണ അധികാരം കൊടുക്കാതെ ഒരു ന്യൂട്രൽ പാനൽ വേണം ഈ ഒരു CAG നെ അപ്പോയിന്റ് ചെയ്യാൻ എന്നാണ് കക്ഷി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ പരിഗണിക്കാം എന്നാണ് പറഞ്ഞത്, CAG നെ നിലവിൽ അപ്പോയിന്റ് എന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ഗവൺമെന്റ് ആണ് നിലവിൽ CAG നെ അപ്പോയിന്റ് ചെയ്യുന്നത്. CAG യുടെ റോൾ എന്താ? ഗവൺമെന്റിന്റെ വരവ് ചെലവുകൾ പരിഗണിച്ച് പരിശോധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മിസ്മാച്ചുകൾ ഉണ്ടോ, ഫണ്ടുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ്. അത് ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ അവിടെ CAG-ക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഗവൺമെന്റിന് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് പകരം പ്രൈം മിനിസ്റ്ററും ലീഡർ ഓഫ് ഓപ്പോസിഷനും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു 3 അംഗ ബോഡി ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും റീസെന്റ് ആയിട്ട് CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പല ആക്ഷൻസും കൺസേൺസും ഒക്കെയാണ് ഇവിടെ പരാതിയായിട്ട് ഉയരാൻ കാരണം എന്നുള്ളതാണ്. അപ്പോൾ CAG-യുടെ റോള് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലി സിമിലർ ടു സുപ്രീം കോടതി ജഡ്ജ് ആണ് എന്ന് പറയുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 148മായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും അതാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത്. അത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യണത്. യൂണിയൻ ഗവൺമെന്റ് ആണ് ഒരു ഓർഡർ ഇറക്കുന്നത് എന്ന് കൂടി ഓർത്തു വെക്കണം. അതായത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ ബ്രാഞ്ചിന്റെ അൺചെക്ഡ് ആയിട്ടുള്ള പവറിനെ കൺട്രോൾ ചെയ്യണം. അതായത് ഈ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ അവരുടെ സ്വാതന്ത്ര്യത്തെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവിടെ ഓർഡർ പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അടുത്തൊരു വാർത്ത, നമ്മുടെ രാജ്യത്തെ WPI ഇൻഫ്ലേഷൻ, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷന്റെ വാല്യൂ വന്നിട്ടുണ്ട് 2.38%. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPI-നേക്കാളും വളരെ കുറവാണ് WPI വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 2.38% ആണ് ഫെബ്രുവരിയിൽ. ജാനുവരിയിൽ 2.31% ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയൊരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. മാനുഫാക്ചറിങ് ഗുഡ്സിന്റെ പ്രൈസസ് ആണ് കുറച്ച് വർദ്ധിച്ചിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കുക. കോർ മാനുഫാക്ചർഡ് WPI ഇൻഫ്ലേഷൻ 1.3% വർദ്ധിച്ചിട്ടുണ്ട്. ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ 3.38% ഹോൾസെയിൽ മാർക്കറ്റിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രൈമറി ആർട്ടിക്കിൾസിന്റെ ഇത് കുറയുകയാണ് ചെയ്തത്. 2.81% ഇൻഫ്ലേഷൻ റേറ്റ് മാറിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. നോൺ ഫുഡ് പ്രൈമറി ഇൻഫ്ലേഷൻ 4.8% വർദ്ധിച്ചിട്ടുണ്ട്. ഫ്യൂവൽ ആൻഡ് പവർ സെക്ടർ ഡിഫ്ലേഷൻ ആണ്, 0.7% കുറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത്. കോർ WPI ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ മെറ്റൽ പ്രൈസസിലൊക്കെ വലിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. അത് കാരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് WPI എന്തുകൊണ്ടാണ് CPI-നേക്കാൾ കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WPI-ൽ നിന്ന് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്തിട്ടാണ് കൺസ്യൂമർ പ്രൈസ് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷനും മറ്റുമൊക്കെ റിഫ്ലക്ഷൻ ഇവിടെ കുറയും. ഈ ഒരു ഇതൊക്കെ നമുക്ക് CPI-ൽ കാണാൻ വേണ്ടി പറ്റുന്നത്, അതായത് ഫ്യൂൽ പ്രൈസിന്റെ ഒക്കെ ഇൻഫ്ലേഷൻ കാണും. അപ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ എപ്പോഴും മാർക്കറ്റിൽ പ്രൈസ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഇൻഫ്ലേഷനും
കുറവായിരിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഹീറ്റ് വേവുകൾ വീറ്റ് പ്രൊഡക്ഷനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് അഗ്രികൾച്ചറിനെ ബാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള എവിഡൻസുകളാണ് പുറത്തേക്ക് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഫെബ്രുവരി ഇന്ത്യയിൽ കഴിഞ്ഞ 124 വർഷത്തെ ഹിസ്റ്ററിയിൽ ഏറ്റവും ചൂടുള്ള മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. ഇനി മാർച്ച് അത് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഹീറ്റ് വേവ് കോയിൻസൈഡ് ചെയ്യുന്നത് വീറ്റിന്റെ ഹാർവസ്റ്റ് സീസണുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും വീറ്റിന്റെ വിളവെടുപ്പിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ക്രോപ്പാണ് വീറ്റ് എന്ന് പറയുന്നത്. ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ്റെ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ പ്രധാനമായിട്ടും വീറ്റ് ആണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് വീറ്റിന്റെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അതിന്റെ ബയോളജിക്കൽ പ്രോസസ്സിനെ ബാധിക്കുന്നുണ്ടെന്നും അതുവഴി ഗ്രെയിൻ പ്രൊഡക്ഷനും ക്വാളിറ്റിയും ഒക്കെ കുറയുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് ആണ് ഉയർന്നു വരുന്നതായിട്ടുള്ളത്. ഹൈ ടെമ്പറേച്ചർ വളരെ വേഗത്തിൽ ഫ്ലവറി ചെയ്യാനും റൈപ്പൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വളരെ ചെറിയ ഗോതമ്പ് തരികൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അതുവഴി ലോവർ സ്റ്റാർച്ച് കണ്ടന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഫാമേഴ്സിന് ഇതിന് ചെറിയ മാർക്കറ്റ് പ്രൈസ് മാത്രമേ കിട്ടുന്നുള്ളൂ, ചെറിയ തൂക്കം മാത്രമേ ഉള്ളൂ എന്നാണ് പ്രശ്നം വരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വളരെയധികം ഇന്ത്യൻ അഗ്രികൾച്ചറിനെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ ഒക്കെ വളരെ വേഗത്തിൽ വാർമിംഗ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വളരെ ഇന്റൻസ് ആയിട്ടുള്ള മറൈൻ ഹീറ്റ് വേവുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു വാർമിംഗ് ഓഷ്യൻ ഇന്ത്യൻ മൺസൂൺ പാറ്റേണിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ ക്ലൈമറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ക്രോപ്പിംഗ് സിസ്റ്റത്തെയും അഗ്രികൾച്ചറിനെയും ബാധിക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കാം. ഉദാഹരണത്തിന് റാബി സീസൺ ഡിലേ ആവുന്നതിന് വേണ്ടിയിട്ടും അത് വീറ്റ് വിളവെടുക്കുന്നതിന് ഡിലേ ആവുന്നതിനും കാരണമായിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഹീറ്റ് വേവ്സ് ഈ ഒരു വീറ്റ് പ്രൊഡക്ഷനെ ബാധിക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ക്ലൈമറ്റ് വാരിയബിലിറ്റി എന്ന് പറയുന്നത് പുതിയതൊന്നുമല്ല, പക്ഷേ ഇത് ക്രോപ്പ് ഗ്രോത്ത് സീസണുമായിട്ടൊക്കെ റിലേറ്റഡ് ആയി കിടക്കുമ്പോൾ വേവ് കണ്ടീഷൻ ഒരു മേജർ കൺസേൺ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ലോ ക്രോപ്പ് yield കാരണം കർഷകർ വളം കുറഞ്ഞിട്ടാണോ ഫെർട്ടിലൈസറിന്റെ ഉപയോഗം കുറഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ച് അടുത്ത പ്രാവശ്യം കൂടുതൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കും. ഇത് മറ്റ് ഇഷ്യൂസിന് കാരണമാകും എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് വളരെ അത്യാവശ്യമാണ് വീറ്റ്, റൈസ് തുടങ്ങിയിട്ടുള്ള സംഭവം. അതിനുവേണ്ടി ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള വീറ്റ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. പക്ഷേ അത് മാത്രമല്ല സൊല്യൂഷൻ. നമ്മൾ സോയിങ് ഡേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുക, ഹീറ്റ് വേവ്സിനെ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ച് വിളവെടുപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക, റിസോഴ്സ് മാനേജ്മെന്റ് ഉറപ്പുവരുത്തുക, ഫെർട്ടിലൈസർ, പെസ്റ്റ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ടുള്ള പോളിസി സപ്പോർട്ട് കർഷകർക്ക് ആവശ്യമായിട്ട് നൽകുക, അഗ്രികൾച്ചർ പ്രാക്ടീസസ് ചേഞ്ചസിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വഴിയൊക്കെ നൽകുക എന്നുള്ളതാണ്. കൂടാതെ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള വെറൈറ്റീസിന് വേണ്ടിയിട്ടുള്ള ആക്സസിബിലിറ്റി ഉറപ്പുവരുത്തുക, അത്തരം വിത്തുകൾ കർഷകരിലേക്ക് എത്തിച്ചു നൽകുക, കൂടാതെ വെതർ പാറ്റേൺസുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കർഷകർക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള വ്യത്യസ്ത മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അപ്രോച്ച് അത്യാവശ്യമാണ്. സയന്റിഫിക് റിസർച്ചും ഫിനാൻഷ്യൽ സപ്പോർട്ടും ടെക്നോളജിക്കൽ സൊല്യൂഷൻസും ഫാമർ എഡ്യൂക്കേഷനും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യണം. കാരണം ഈ ഒരു ഈൽഡിൽ ഉണ്ടാവുന്ന കുറവ് എന്ന് പറയുന്നത് അഡ്രസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് കർഷകരെ സാമ്പത്തികമായി ബാധിക്കും എന്നത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഫുഡ് സെക്യൂരിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ കർണാടകത്തിലെ 14 ജില്ലകളിൽ വൈറ്റ് ഫ്ലൈ ഡിസീസ് കോക്കനട്ട് ട്രീസിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. തെങ്ങിലാണ് ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതെന്ന് ഓർത്തുക. അപ്പോൾ എന്താണ് വൈറ്റ് ഫ്ലൈ ഡിസീസ് എന്ന്? കർണാടകത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഈ ഒരു വൈറ്റ് ഫ്ലൈ ഇൻഫെസ്റ്റേഷൻ കോക്കനട്ട് ട്രീസിനെ 14 ജില്ലകളിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോക്കനട്ടിന്റെ ഈൽഡ് കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത് ചർച്ചയായി എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്നും കർഷകർക്ക് കോമ്പൻസേഷൻ നൽകണം എന്നുമൊക്കെയാണ് കർഷകരുടെ ആവശ്യമായിട്ട് ഉയർന്നിട്ടുള്ളത്. എന്താണ് വൈറ്റ് ഫ്ലൈ ഡിസീസ്? ഇതാണ് വൈറ്റ് ഫ്ലൈ എന്ന് പറയുന്നത് വെള്ള നിറത്തിലുള്ള ഒരു പ്രാണിയാണ്. അപ്പോൾ ഇതൊരു പെസ്റ്റ് ആണ്. അപ്പോൾ ഓപ്പൺ ഫീൽഡ് പ്രൊഡക്ഷനിൽ, അതായത് ഓപ്പൺ ആയിട്ടുള്ള കൃഷി സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നതാണ്. ട്രോപ്പിക് സബ് ട്രോപ്പിക്കൽ മേഖലയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് വൈറസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഈ ഒരു വൈറസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ വൈറസുകളാണ് എന്തിന് കാരണമാകുന്നത്? രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫ്ലൈ ഈ വൈറസിനെതിരെ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഈ ഒരു വൈറ്റ് ഫ്ലൈസിനെ ഹോസ്റ്റ് റെസിസ്റ്റന്റ് ആക്കി മാറ്റുവാവുന്നതാണ്. അതായത് ഈ ഒരു ഹോസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഐഡിയ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുക, ഈ ഒരു പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, വെക്ടർ പോപ്പുലേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള പ്രാക്ടീസസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ പോളിനേറ്റേഴ്സ് മറ്റ് ജീവികളൊന്നും വരൂലല്ലോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് കൃഷിയുടെ പ്രൊഡക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ട്രാറ്റജിയാണ് ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ട് ജനറ്റിക് റെസിസ്റ്റൻസ്
ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫ്ലൈസ് ഒരു രോഗമല്ല, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോട്ടൺ ലീഫ് കേൾ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ലെറ്റ്യൂസ് ഇൻഫെക്ഷസ് യെല്ലോ വൈറസ് ഉണ്ട്, ആഫ്രിക്കൻ കസാവ മൊസൈക്ക് വൈറസ് തുടങ്ങിയ ഒരുപാട് വൈറസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് വൈറ്റ് ഫ്ലൈസ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഹൂത്തീസിനെ അറ്റാക്ക് ചെയ്ത യുഎസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഡൊണാൾഡ് ട്രംപ് പുതിയൊരു യുദ്ധം തുടങ്ങുന്നതിന് പകരം സമാധാനത്തിന്റെ രീതിയിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. ഹൂത്തീസിനെ അറ്റാക്ക് ചെയ്ത കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.